ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ പ്രെഡേറ്റർ സിനിമയായ പ്രെഡേറ്റർ കില്ലർ ഓഫ് ദ കില്ലേഴ്സ് ആണ്. പ്രെഡേറ്റർ സിനിമകളിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് പറയാവുന്ന പ്രേ ഡയറക്റ്റ് ചെയ്ത ഡാൻ ടാച്ചൻബർഗ് തന്നെയാണ് ഈ ആനിമേറ്റഡ് സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്രെഡേറ്റർ സിനിമകളെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫ്രാഞ്ചൈസാണ്. കാരണം ഹ്യൂമൻ സിവിലൈസേഷനിലെ ഏതൊരു പോയിന്റിലും സെറ്റ് ചെയ്യാവുന്ന കഥയും കഥാപശ്ചാത്തലവുമാണ്. നമുക്കറിയാം പ്രെഡേറ്ററിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ തന്നെ ഹണ്ട് ചെയ്യുക എന്നതാണ്. സോ ഓരോ സിവിലൈസേഷനിലും ഓരോ ജനറേഷനിലും അത് ഹണ്ട് ചെയ്യാൻ ഭൂമിയിലേക്ക് വരുന്നുണ്ട്, ഒരു പെർഫെക്റ്റ് ഒപ്പോണന്റിനെ തപ്പി. പ്രേ സിനിമയിൽ നമ്മൾ കണ്ടതാണ് പ്രെഡേറ്റർ ഹണ്ട് ചെയ്യാൻ വരുന്നത് റെഡ് ഇന്ത്യൻ ട്രൈബിനെയാണ്. പ്രെഡേറ്റേഴ്സ് കില്ലേഴ്സ് ഓഫ് ദ കില്ലറിൽ ഈ ഒരു കൺസെപ്റ്റ് അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പ്രേ റിലീസ് ചെയ്തതിന് ശേഷം പലതരത്തിലുള്ള ഫാൻ തിയറീസും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അടുത്ത പ്രെഡേറ്റർ സിനിമ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ച് അത് സ്റ്റുഡിയോ കണ്ട് മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള 3 ഫാൻ തിയറീസ് അവരിവിടെ ഒരുമിച്ച് കൊണ്ടുവന്നു എന്ന് പറയേണ്ടി വരും. അതായത് പ്രെഡേറ്റർ വേഴ്സസ് വൈക്കിങ്സ്, പ്രെഡേറ്റർ വേഴ്സസ് ജാപ്പനീസ് സാമുറായി, പ്രെഡേറ്റർ വേഴ്സസ് വേൾഡ് വാർ 2 പൈലറ്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആന്തോളജി സിനിമയാണ്. 3 കഥകൾ, 3 ഹണ്ട്. അവസാനം ഈ 3 കഥകളും ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലേഴ്സാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ 3 കഥകളും ഗംഭീരമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. മൂന്നിടത്തും 3 രീതിയിലുള്ള അപ്രോച്ചാണ്. വൈക്കിങ്സ് കാലഘട്ടത്തിലെ ബ്രൂട്ടാലിറ്റി, ഫ്യൂഡൽ ജപ്പാൻ കാലഘട്ടത്തിലെ പ്രിസിഷൻ, വേൾഡ് വാർ 2 കാലഘട്ടത്തിലെ വാർ സ്ട്രാറ്റജി. ആദ്യത്തെ 2 കഥയിലും അതിൻ്റെ നറേറ്റീവിലും ഒരു ഇമോഷണൽ ഡെപ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഈ 3 കഥയിലും എൻ്റെ ആബ്സല്യൂട്ട് ഫേവററ്റ് എന്ന് പറയാവുന്നത് രണ്ടാമത്തെ കഥയായ ജാപ്പനീസ് സാമുറായിൻ്റെയാണ്. സാമുറായി അല്ല, ഒരു നിഞ്ചയാണ്. അത് ആബ്സല്യൂട്ട് സിനിമ എന്ന് പറയേണ്ടി വരും. റിവെഞ്ച്, ഹോണർ, ബ്രദർഹുഡ്, ബ്രൂട്ടാലിറ്റി എന്നിവ കോമൺ ആയിട്ട് ഈ 3 കഥകളും കൊണ്ടുവരുന്നുണ്ട്. ഇതൊരു ആനിമേഷൻ സിനിമയ്ക്ക് പകരം ലൈവ് ആക്ഷൻ സിനിമയായിരുന്നെങ്കിൽ വെടിക്കെട്ടായിരുന്നേനെ. അവഞ്ചേഴ്സ് ലെവൽ സിനിമകൾ പോലെ 3-4 സിനിമകൾ കഴിഞ്ഞ് അതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു പൊട്ടൻഷ്യലുണ്ട്. സ്റ്റുഡിയോയ്ക്ക് ഈ ഐഡിയയിൽ താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ ആ ഒരു പൊട്ടൻഷ്യലിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ ആകാം ഈ ഒരു ഐഡിയയിൽ നിന്നും അവർ പിന്മാറിയത്. അതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ആദ്യത്തെ വൈക്കിങ്സ് കഥയിൽ ഒരു സ്ത്രീ കഥാപാത്രം മെയിൻ റോളിൽ വരുന്നത് ചിലപ്പോൾ ചിലർക്കൊരു ചൊറിച്ചിൽ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു ക്യാരക്ടർ അടിപൊളിയാണ്. അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന റേജ്, റിവെഞ്ച് ഒക്കെ നന്നായിട്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ഷോട്ട് ആക്ഷൻ സീക്വൻസ് ഉണ്ട്. കിഡിലുമായിട്ട് വയലൻസും ഗോറും ഒക്കെ കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കഥയിലെ വേൾഡ് വാർ 2 പൈലറ്റ് ഒരു റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടല്ല ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രൂട്ട് ഫോഴ്സ് അല്ല, അയാളുടെ ഏവിയേഷൻ സ്കിൽസ് ആണ് ഇവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. ഇതിലെ ആനിമേഷൻ സ്റ്റൈൽ ആദ്യത്തെ കുറച്ച് മിനിറ്റ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ചിലർക്ക് ടൈം എടുക്കും. കാരണം ആക്ഷൻ സീൻസിലൊക്കെ ഫ്രെയിം റേറ്റ് അല്പം കുറയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് വാൾപേപ്പർ ആക്കാൻ തോന്നുന്ന 1-2 ഗംഭീര ഷോട്ടുകളൊക്കെ ഉണ്ട്. സൗണ്ട് ട്രാക്ക് അല്ലെങ്കിൽ BGM ഓൺ പോയിന്റ് ആയിരുന്നു. നന്നായിട്ട് യൂസ് ചെയ്യേണ്ടടുത്ത് അത് യൂസ് ചെയ്തിട്ടുമുണ്ട്. ക്ലൈമാക്സ് ഒരല്പം ആൻറ്റി ക്ലൈമാറ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, എൻഡിങ് ഇല്ലല്ലോ എന്നൊക്കെ. പക്ഷേ അത് സീക്വലിലേക്ക് ലീഡ് ചെയ്യുന്ന പോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻ ക്രെഡിറ്റ് സീനും നല്ല ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. നല്ല സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സീനായിരുന്നു അത്. പ്രെഡേറ്റർ സിനിമകളെ എല്ലാം ക്ലബ് ചെയ്ത് ഒരൊറ്റ യൂണിവേഴ്സിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സീനായിരുന്നു അത്. സോ ഓവറാൾ പറഞ്ഞാൽ ഗംഭീര സിനിമ. ചെറിയൊരു ടൈം ഫ്രെയിമിൽ തന്നെ 3 കഥ അതിൻ്റെ ഫുൾ ഗ്ലോറിയിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പ്രെഡേറ്റർ സിനിമയിൽ നിന്ന് നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിവിടെ കാണാൻ പറ്റും. OTT റിലീസ് ആയതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തൊരു സിനിമയായിരുന്നു എന്ന് പറയാം. നിങ്ങളൊരു പ്രെഡേറ്റർ ഫാൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് കണ്ടു നോക്കണം. ടോട്ടലി വർത്ത് ഇറ്റ് ആണ്. ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് പ്രെഡേറ്റർ കില്ലർ ഓഫ് ദ കില്ലേഴ്സ്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.